ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ധന്യമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 25-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ജീവജല വാഗ്ദത്ത വചനത്തിലേക്ക് നമുക്കൊന്നിച്ചു കൂടി വരുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കിയതിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 6 വേഴ്സ് 1 നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്തു നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. ഏകദേശം 430 വർഷത്തെ ഇസ്രയേൽ ജനത്തിന്റെ മിസ്രൈമ്യ അടിമത്വത്തിന് അറുതി വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കുകയും അതിനുവേണ്ടി മോശയെ ദൈവം ട്രെയിൻ ചെയ്തെടുത്ത് മോശയ്ക്ക് കൂട്ടായി സഹോദരനായ അഹരോനെയും ഫറവോന്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഫറവോനോട് പറയുകയാണ്, ദൈവം അരുളി ചെയ്യുന്നു, തന്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കുവാനായി വിട്ടയക്കണം. ഇത് കേട്ട ഫറവോൻ മോശയോടും അഹരോനോടും പറഞ്ഞത്, ധാരാളം പണി ഇവിടെ കിടക്കുകയാണ്, നിങ്ങൾ പോയി നിങ്ങളുടെ അടിമപ്പണി ചെയ്യുക, മെനക്കെട്ട് വെറുതെ സമയം കളയരുത്. അങ്ങനെ ഫറവോൻ ക്രുദ്ധിച്ച് പുതിയൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇനിയും തങ്ങളുടെ അടിമകളായ ഇസ്രയേൽ ജനം ഇഷ്ടിക ഉണ്ടാക്കേണ്ടതിന് വൈക്കോൽ നാമായിട്ട് കൊടുക്കുകയില്ല, അവർ അത് കണ്ടെത്തുകയും എന്നാൽ ഇഷ്ടികയുടെ എണ്ണം ഒന്നും കുറയ്ക്കാതെ കൃത്യമായി ഏൽപ്പിക്കുകയും വേണം. ഇത് അമിത ഭാരമായി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന മേൽവിചാരകന്മാരും മറ്റും തങ്ങളെ ബുദ്ധിമുട്ടിച്ചു, അവരെ അടിച്ചു. അവർ ഫറവോന്റെ അടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ വെറും കുഴിമടിയന്മാരാണ്, പണി ചെയ്യാൻ പറ്റാത്തതിനാണ് നിങ്ങൾക്ക് പോയി ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരു വിധത്തിലും ഈ തീരുമാനത്തിന് മാറ്റമില്ല. ആ സമയത്താണ് മോശയും അഹരോനും അതുവഴി വരികയും ഇവരെ കാണുകയും ചെയ്തത്. അവരോട് സങ്കടമുണർത്തിച്ചു, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ ഈ പണി ചെയ്തത്? അങ്ങനെ അവരുടെ ദീനരോധനം, അവർ കടന്നു പോകുന്ന അവസ്ഥ മോശയും അഹരോനും മനസ്സിലാക്കി മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഇതാണ് 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്. മോശ ദൈവത്തോട് വേദനയോടെ പറയുക, ഇങ്ങനെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതിനാണോ എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇതാണോ ഇവരുടെ അവസ്ഥ? അങ്ങനെയെങ്കിൽ എന്നെ അയച്ചത് എന്തിനാണ്? അതിന്റെ മറുപടിയാണ് നാം ഇന്ന് വാഗ്ദത്ത വചനമായി 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് കേട്ടത്. മോശേ, എടക്കുഞ്ഞെ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഫറവോൻ ദൈവത്തിന്റെ ശക്തിയുള്ള കൈ കാണുവാൻ പോകുന്നതേയുള്ളൂ. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ 2 പ്രാവശ്യമാണ് ദൈവത്തിന്റെ ബലമുള്ള കൈയെക്കുറിച്ച്
സ്വർഗത്തിലെ ദൈവം തന്നെ മോശയോട് പറയുന്നത്. മോശേ, ഇപ്പം ഫറവോൻ ഈ നിലകളിൽ ഇസ്രായേൽ ജനത്തെ വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു, കണക്ക് കൃത്യമായി ഏൽപ്പിച്ചില്ലെങ്കിൽ അടിക്കുന്നു, വളരെ പ്രയാസമുണ്ടാക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രയാസമൊക്കെ മാറും. ഫറവോൻ പ്രയാസത്തിലായി യഥാർത്ഥ ബലമുള്ള കൈ ഏതെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ജനത്തെ ഫറവോൻ തങ്ങളുടെ ദേശത്തു നിന്നും ഓടിക്കുവാൻ ശ്രമിക്കും. ആ നിലയിലേക്ക് ദൈവത്തിന്റെ ബലമുള്ള കൈ ഫറവോൻ തിരിച്ചറിയും. ക്രൈസ്തവ ലോകത്തിന് മുൻപോട്ടുള്ള ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനെ കുറിച്ച് വ്യക്തമായി അറിയാം. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം മോശയോട് എന്തു പറഞ്ഞുവോ അത് നിറവേറ്റിയതായി വചനത്തിൽ നാം പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, എന്റെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, ചില നാളുകളായി ചില ഫറവോന് തുല്യമായ ചില പീഡകളും വേദനകളും നമ്മിൽ അഴിച്ചുവിട്ടുകൊണ്ട് പിശാച് ചിലരിൽ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുടുംബത്ത്, നമ്മുടെ ആൺമക്കളിൽ, നമ്മുടെ പെൺമക്കളിൽ, നമ്മുടെ ജോലി സ്ഥാനങ്ങളിൽ, നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ, എന്തിന് നമ്മുടെയൊക്കെ സഭകളിൽ പോലും ചില ഫറവോന്മാർ എഴുന്നേറ്റിരിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ ചെറുപ്പക്കാർ, യുവജനങ്ങൾ എത്ര ഭീകരമായ അറും കൊലയ്ക്ക് പാത്രീഭൂതരായിത്തീരുന്നു. എന്താണ് ഇതിന്റെ കാരണം? പൈശാചിക ശക്തി ഇവരിൽ വ്യാപരിക്കുകയാണ്. രക്തം കണ്ടാൽ മടുപ്പോ അറപ്പോ ഭയമോ ഇല്ലാതെ വീണ്ടും വീണ്ടും കുലകൾ നടത്തുവാനുള്ള ഉത്തേജനമായി മാറുന്നു. ഇതല്ലേ അവസ്ഥ? അങ്ങനെ ചില പൈശാചിക ശക്തികൾ നമുക്കെതിരെ, നമ്മുടെ യുവജനങ്ങൾക്കെതിരെ ഈ നാടുകളിൽ ശക്തി പ്രാപിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, മോശ ദൈവസന്നിധി കരഞ്ഞതുപോലെ നമുക്കും ഈ പ്രഭാതത്തിൽ കരയാം, പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള നമ്മുടെ പിതാക്കന്മാരുടെ ഒരു തലമുറ ഈ നാളുകളിൽ വളരട്ടെ, ഉയരട്ടെ. അങ്ങനെയാകുമ്പോൾ തമ്പുരാൻ പറയും, കുഞ്ഞെ, നിന്റെ കരച്ചിലിന് മറുപടിയായി സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള കരം, അതിന്റെ ശക്തി നീ കാണും. നിന്റെ കണ്ണാലെ നീ അറിയും, നീ മനസ്സിലാക്കും ദൈവത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വേദനയുടെയും സങ്കടത്തിന്റെയും വിഷമങ്ങളുടെയും ഭാരങ്ങളുടെയും നിന്ദയുടെയും സാമ്പത്തിക ക്ലേശങ്ങളുടെയും നിരന്തരമായ പരാജയങ്ങളുടെയും പലവിധ തകർച്ചകളുടെയും മധ്യേ നെടുവേർപ്പിട്ട് വേദനയോടെ ഇന്ന് അതിരാവിലെ ഈ വാഗ്ദത്ത വചനം കേൾക്കുന്ന ആരെങ്കിലുമുണ്ടോ? പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ താഴുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, എത്ര പഴകിയതോ പുതിയതോ ആയിക്കൊള്ളട്ടെ, ലോകവൈദ്യന്മാർ ഈ വിഷയത്തിന് ഇനിയും ഒരു പ്രതിവിധിയില്ല എന്ന് നിങ്ങളുടെ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ ചില രോഗത്താൽ വളരെയധികം മാനസികമായി തളർന്നിരിക്കുകയായിരിക്കാം. സാമ്പത്തിക ക്ലേശത്തിൽ കൂടെ കടന്നു പോകുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടേതോ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളുടേതോ ബന്ധുമിത്രാദികളായിട്ടുള്ള പ്രശ്നത്താൽ പ്രതിസന്ധിയിലും നിരാശയിലുമായിരിക്കാം. പല പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ട എക്സാമിനേഷൻ എഴുതിയിട്ട് വിജയിക്കുവാനോ വേണ്ട സ്കോർ ലഭിക്കുവാനോ കഴിയാതെ
സങ്കടത്തിലായിരിക്കാം. വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി അറിയുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. എന്റെ പ്രിയ ശ്രോതാക്കളോട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നമ്മുടെ വേദനയും നമ്മുടെ ഭാരവും നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇന്നിന്റെ തലമുറകളെയും അടിമകളാക്കി പിടിച്ചു വെച്ച് അവരുടേതായ ഇഷ്ടങ്ങൾ ചെയ്ത് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അരാജകത്വം വിതറുന്ന ഫറവോന്റെ ദുഷ്ടതയെ, ഫറവോന്റെ മേൽക്കോയ്മയെ നമ്മെ ഭരിച്ച് നമ്മെ പിച്ചു ചീന്തി ഒന്നുമല്ലാതാക്കി പിഴുതെറിയുന്ന ഫറവോന്യ ശക്തിയെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം കൊണ്ട് മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. ആ കരം ഇന്ന് പകൽ ജീവജലം ശ്രമിക്കുന്ന എന്റെ ഓരോ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ചില ഭയങ്ങളുണ്ട്, പേടികളുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെ ആയാൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ എന്റെ അവസ്ഥ എന്തായിത്തീരും? എന്നിങ്ങനെ ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പൊങ്ങി വരികയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കൂട്ടായ്മ കൂടുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ ഈ ചോദ്യങ്ങൾ അനുനിമിഷം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഭയങ്ങളും പേടിയും എന്തിനെക്കുറിച്ചും എന്തുമായിക്കൊള്ളട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും സകല ഭയങ്ങൾക്കും സകല സംശയങ്ങൾക്കും ഉത്തരമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം മതിയായ കരമാണ്. അതെ, ആ കരത്തിന്റെ കീഴിൽ ഇന്ന് പകൽ നമുക്ക് താണിരിക്കാം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഹല്ലേലൂയ, ദൈവത്തിനു സ്തോത്രം. അതെ, മോശയോട് ആവർത്തിച്ചു പറഞ്ഞു, ബലമുള്ള കൈ, ബലമുള്ള കൈ. അതെ, ആ കൈ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈയാണ്. ആ കരം ഇന്ന് പകൽ നമ്മോട് കൂടെയിരുന്ന് നമ്മെ വഴി നടത്തട്ടെ. ക്ലേശമേറിയ, വേദനയേറിയ, കല്ലും മുള്ളും നിറഞ്ഞ ജീവിതയാത്രയിൽ സ്വർഗത്തിന്റെ കരം നമുക്ക് താങ്ങായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ മനസ്സിനെയും ചിന്തയെയും കുടുംബത്തെയും ആത്മീയ ജീവിതത്തെയും കുഞ്ഞുങ്ങളെയും അടിച്ചമർത്തി ഭരിക്കുന്ന സകലവിധ ഫറവോന്യ ചിന്തകളെയും മേൽക്കോയ്മകളെയും അന്ധകാര ശക്തികളെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള കരം കൊണ്ട് നിഷ്പ്രയാസം വിടുവിച്ച് പരിപൂർണ വിടുതലും സൗഖ്യവും സമാധാനവും വിജയവും നൽകി തമ്പുരാൻ നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ. അതിനായി നമ്മെ തന്നെ പരിപൂർണ സമർപ്പണത്തോടെ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പുത്തൻ പ്രഭാതം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. തന്റെ ജനത്തെക്കുറിച്ചുള്ള വേദന സങ്കടത്തോടെ ദൈവത്തോട് അറിയിച്ചപ്പോൾ മോശയോട് മറുപടിയായി ദൈവം പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പൊ ഞങ്ങളും ഇതേ നിലയിൽ ചില പ്രശ്നങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, വിഷമങ്ങൾ, നിരാശകൾ, സംശയങ്ങൾ, അടിമത്വങ്ങൾ എന്നിവയിൽ കൂടെ കടന്നു പോകുന്നു. അപ്പന്റെ ആ ബലമുള്ള കരം, ശക്തിയുള്ള കരം, വിടുവിക്കുന്ന കരം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ,
പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറയുടെ മേൽ വെച്ച് വിടുവിക്കണമേ. സകല അന്ധകാരത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ഞങ്ങളേവരുമായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ കൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ബലമുള്ള ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നാം ഏവരോടും കൂടെയിരുന്ന് നമ്മുടെ ശക്തി ക്ഷയിക്കുന്നിടത്ത്, നമ്മുടെ ബലം ചോരുന്നിടത്ത്, സംശയങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും ഏറി വരുന്ന ഇടങ്ങളിൽ നമ്മെ ബലപ്പെടുത്തി നിർത്തട്ടെ. സ്വർഗീയ കൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ, സാക്ഷിപ്പാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ നമ്മെ ഏവരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.